നിർജ്ജല ഏകാദശി എല്ലാ ഏകാദശികളിലും ഏറ്റവും മഹത്തരമായതായി കണക്കാക്കപ്പെടുന്നു. നിർജ്ജല എന്നത് വെള്ളം പോലും കുടിക്കാതെ എന്നർത്ഥമാണ്. ഭഗവാൻ മഹാവിഷ്ണുവിനോടുള്ള ഭക്തിയുടെയും ആത്മനിയന്ത്രണത്തിന്റെയും പ്രതീകമായ ഈ വ്രതം ഭീമസേനി ഏകാദശി എന്ന പേരിലും അറിയപ്പെടുന്നു. നിർജ്ജല ഏകാദശി 2026 ജൂൺ 25 വ്യാഴാഴ്ചയാണ് ആചരിക്കുന്നത്. ഏകാദശി തിഥി ആരംഭം ജൂൺ 24 വൈകുന്നേരം 6:12 ആരംഭിക്കും. ഏകാദശി തിഥി അവസാനം ജൂൺ 25 രാത്രി 8:09 വ്രതം അവസാനിപ്പിക്കേണ്ടത് ജൂൺ 26 രാവിലെ ഏകദേശം 5:25 മുതൽ 8:28 വരെ ആണ്. സ്ഥലഭേദമനുസരിച്ച് ചെറിയ വ്യത്യാസമുണ്ടായേക്കാം. ഇതിന്റെ പിന്നിലുള്ള പ്രധാന ഐതിഹ്യം എന്തെന്നാൽ, മഹാഭാരത കാലത്ത് ഭീമസേനന് വിശപ്പ് സഹിക്കാനാകാത്തതിനാൽ എല്ലാ ഏകാദശികളും അനുഷ്ഠിക്കാൻ സാധിച്ചില്ല. അപ്പോൾ മഹർഷി വ്യാസൻ വർഷത്തിൽ ഒരു ദിവസം മാത്രം നിർജ്ജല ഉപവാസം അനുഷ്ഠിച്ചാൽ എല്ലാ ഏകാദശികളുടെയും ഫലം ലഭിക്കുമെന്ന് ഉപദേശിച്ചു. അങ്ങനെ ഭീമൻ ഈ വ്രതം അനുഷ്ഠിച്ചതിനാലാണ് ഇത് ഭീമസേനി ഏകാദശി എന്നറിയപ്പെടുന്നത്. വ്രതവിധി: സാത്വിക ആഹാരം മാത്രം കഴിക്കുക. അരി, മാംസം, മദ്യം തുടങ്ങിയവ ഒഴിവാക്കുക. വൈകുന്നേരം വിഷ്ണു നാമജപം നടത്തുക. ഇത് ദശമി ദിവസം ചെയ്യേണ്ടതാണ്, അതായത് ഏകാദശി ദിവസത്തിന് മുമ്പുള്ള ദിവസം. ഏകാദശി ദിവസം ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് സ്നാനം ചെയ്യുക. മഹാവിഷ്ണുവിനെ പൂജിക്കുക. തുളസീദളങ്ങൾ സമർപ്പിക്കുക. ഓം നമോ നാരായണായ അല്ലെങ്കിൽ ഓം നമോ ഭഗവതേ വാസുദേവായ ജപിക്കുക. വിഷ്ണു സഹസ്രനാമം, ഭഗവത്ഗീത എന്നിവ പാരായണം ചെയ്യുക. സാധിക്കുന്നവർ വെള്ളം പോലും കുടിക്കാതെ ഉപവസിക്കുന്നു. ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ വെള്ളമോ പഴച്ചാറോ ഉപയോഗിച്ച് വ്രതം അനുഷ്ഠിക്കാം. നിർജ്ജല ഏകാദശിയുടെ മഹത്വം എന്തെന്നാൽ, വർഷത്തിലെ എല്ലാ 24 ഏകാദശികളുടെയും ഫലം ലഭിക്കും. പാപക്ഷയം ഉണ്ടാകും. വിഷ്ണു ഭക്തി വർദ്ധിക്കും. മോക്ഷപ്രാപ്തിക്ക് കാരണമാകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. വ്രതം അവസാനിപ്പിക്കുന്നത്: വെള്ളം കുടിച്ച് മാത്രം വ്രതം അവസാനിപ്പിക്കുക. ദാനം ചെയ്യുക. സാത്വിക ഭക്ഷണം കഴിക്കുക. നിർജ്ജല ഏകാദശി ദിനത്തിൽ ഉപവാസത്തോടൊപ്പം ദാനത്തിനും പ്രത്യേക പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ച് വേനൽക്കാലത്ത് വരുന്നതിനാൽ ജലദാനം മഹാപുണ്യമായി കണക്കാക്കപ്പെടുന്നു. ചെയ്യാവുന്ന ദാനങ്ങൾ: ജലദാനം, കുടിവെള്ളം, മൺകുടം, വെള്ളക്കുടം എന്നിവ ദാനം ചെയ്യാം. അന്നദാനം: ദരിദ്രർക്കും ഭക്തർക്കും ഭക്ഷണം നൽകുക. വസ്ത്രദാനം: ആവശ്യമുള്ളവർക്ക് വസ്ത്രങ്ങൾ നൽകുക. കുടദാനം ചെയ്യുന്നത് ശ്രേഷ്ഠമാണെന്ന് വിശ്വസിക്കുന്നു. പഴവർഗ്ഗദാനം, വിശറിദാനം, തുളസിച്ചെടി ദാനം, ദക്ഷിണയും ധാന്യദാനവും ഇതൊക്കെ ഉത്തമമായി കരുതപ്പെടുന്നു. വിഷ്ണു പൂജ എങ്ങനെയൊക്കെ ചെയ്യാം: രാവിലെ നേരത്തെ സ്നാനം ചെയ്ത് ശുദ്ധവസ്ത്രം ധരിക്കുക. വിഷ്ണുവിന്റെയോ ശ്രീകൃഷ്ണന്റെയോ ചിത്രം സ്ഥാപിക്കുക. ദീപം തെളിയിക്കുക. ചന്ദനം, പൂക്കൾ, തുളസീദളങ്ങൾ സമർപ്പിക്കുക. വിഷ്ണു സഹസ്രനാമം, വിഷ്ണു അഷ്ടോത്തര ശതനാമം എന്നിവ പാരായണം ചെയ്യുക. ഓം നമോ നാരായണായ അല്ലെങ്കിൽ ഓം നമോ ഭഗവതേ വാസുദേവായ മന്ത്രം ജപിക്കുക. നൈവേദ്യമായി പഴങ്ങൾ അർപ്പിക്കുക. ആരതി നടത്തി പ്രാർത്ഥിക്കുക. ഭക്തിയോടും ആത്മാർത്ഥതയോടും കൂടിയുള്ള പൂജയും ദാനവുമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ദാനത്തിന്റെ അളവിനേക്കാൾ ദാനഭാവത്തിനാണ് ശാസ്ത്രങ്ങൾ പ്രാധാന്യം നൽകുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും മറക്കാതെ എന്തെങ്കിലും ഒന്ന് ദാനം ചെയ്യാൻ സാധിക്കുമെങ്കിൽ ചെയ്യുക. കൂടാതെ ഒരു വർഷത്തെ പുണ്യമാണ് നിർജ്ജല ഏകാദശി വ്രതത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്. എടുക്കാൻ പറ്റുന്നവർ മറക്കാതെ എടുക്കുവാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.